ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരാൻ ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ കർമ്മസമര സമയമായി. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ കർമ്മസമര സമയമായി. മുത്തുനബി കോർത്തു തന്ന ധർമ്മരത്നഹാരമി മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി. ഉമർ ഹംസ ബിലാലിന്റെ ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റു പാടു സഹജരെ. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. ഹരിതധവള നീലിമയെ നെഞ്ചിലേറ്റി നീങ്ങിടാം. ചുവടുവച്ചു ചുമലിലേറ്റി ധീരമായി ചരിച്ചിടാം. നാം ഒന്ന് നമ്മളൊന്ന് നമ്മളെത്ത സഫുകാർ ധർമ്മരക്തം സിരയിലോടും എത്ത മക്കൾ നാം. ഉണരുണരോ സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. 1983 ഒരു പ്രസിദ്ധീകരണമെന്ന നിലയിൽ റിസാല മാസികയായി കേരള മനസ്സുകളിലേക്ക് കുടിയേറുന്നത്. വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ട് വായനാ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇടം നേടിയെടുത്ത റിസാലയെ ദ്വൈവാരികയാക്കാൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരാവുകയായിരുന്നു. വാർത്താ മാധ്യമരംഗം വിഷലിപ്തമായ പ്രയോഗങ്ങൾ കൊണ്ട് മുസ്ലിം സമുദായത്തെ ആഞ്ഞടിച്ചപ്പോൾ പ്രതിരോധത്തിന്റെ വന്മതിൽ തീർക്കാൻ ദ്വൈവാരികയിൽ നിന്നും അനിവാര്യതയുടെ പൂർത്തീകരണത്തിന് വേണ്ടി വാരികയായി റിസാല രൂപാന്തരപ്പെട്ടു. കേരള രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമന്വിതരുടെ ചിന്തകൾ റിസാല ഭവനിലേക്ക് ഒഴുകുകയാണിപ്പോൾ. റിസാലയുടെ കടുത്ത വിമർശകരായിരുന്ന പ്രബോധനം വാരികക്ക് പോലും അനുമോദനങ്ങൾ നൽകേണ്ടി വന്നു. റിസാലയുടെ കേരളത്തിലെ പ്രയാണം മറ്റാർക്കും തടയിടാനാവാത്ത വിധം തുടരുന്നതിനിടയിലും പ്രവാസി ഹൃദയങ്ങളിലെ സമ്പൂർണ്ണ വായനയ്ക്ക് വേണ്ടിയുള്ള നൊമ്പരം ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു. ആ നൊമ്പരങ്ങൾക്കുള്ള ആശ്വാസവുമായാണ് 2009 ഗൾഫ് റിസാല കടന്നുവരുന്നത്. പ്രയാണം ആരംഭിച്ച് ഒരു വർഷത്തിനകം തന്നെ NRAയുടെ അനുമതി നേടിയെടുത്ത ഗൾഫ് റിസാല പ്രവാസി റിസാല എന്ന നാമം സ്വീകരിക്കുകയായിരുന്നു. റിസാലയുടെ പ്രവാസി പതിപ്പിന്റെ ആദ്യ ലക്കം തന്നെ പ്രവാസി മലയാളികൾ ആനന്ദപൂർവ്വം നെഞ്ചിലേറ്റി. പ്രവാസി ഒരു യന്ത്രമാണ്. ഓരോ ദിവസവും മുമ്പത്തെ ദിവസത്തിന്റെ ആവർത്തനം മാത്രം. ഒരു യന്ത്രത്തിന് എങ്ങനെ വിരഹത്തെ അനുഭവിക്കാനാവും എന്ന ചോദ്യത്തോടെ ആദ്യ ലക്കം പ്രവാസത്തിന്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുത്തതായിരുന്നു. ഊഹാപോഹങ്ങൾ വാർത്തയാവുന്ന മാധ്യമ സംസ്കാരത്തിന്റെ നെറികേട് ഒന്നുകൂടി വ്യക്തമായ ലവ് ജിഹാദ് കൈരളിയുടെ പൂമുഖത്ത് കരിനിയൽ തീർത്തപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ നിരപരാധിത്വവും മാധ്യമ ഇരട്ടത്താപ്പിന്റെ തനിനിറവും തുറന്നുകാട്ടാൻ റിസാലയ്ക്ക് സാധിച്ചു. റിസാലയുടെ ഒരു ലക്കം തന്നെ അതിനുവേണ്ടി നീക്കിവെച്ച് മുത്തശ്ശി പത്രങ്ങളുടെ ശങ്കറുത്ത് രംഗത്ത് വന്നു. ദൃശ്യമാധ്യമങ്ങൾ വാർത്തയുടെ സത്യസന്ധതയെ തകർക്കുകയാണല്ലോ. മുസ്ലിം വിരുദ്ധ ചാനലുകൾക്കെതിരെ റിസാലയുടെ ധാർമ്മിക പോരാട്ടം ശ്രദ്ധേയമായി. മുത്തുനബിയുടെ ജീവിത മാതൃക ഗഹനമായി വിശകലനം ചെയ്യുന്നതായിരുന്നു മുത്തുനബി വിശേഷാൽ പതിപ്പ്. ചിന്താലോകത്തെ ശ്രദ്ധേയമായ രചനകൾ കൊണ്ട് മുത്തുനബി മികച്ചു നിന്നു. തിരുനബി സ്നേഹവും പ്രകീർത്തനവും പുച്ഛത്തോടെ കാണുന്നവർക്ക് മുന്നിൽ റിസാല യഥാർത്ഥ ഹുബ്ബുൻ നബി അവതരിപ്പിച്ചു. ഈ പതിപ്പിനെ അവലംബമാക്കി
GCC കൺട്രികളിൽ RC വിജ്ഞാന പരീക്ഷ നടത്തി. ആയിരങ്ങൾ പങ്കെടുത്ത വിജ്ഞാന പരീക്ഷ GCCയിലെ മലയാളി സമൂഹത്തിൽ വേറിട്ട അനുഭവമായി. ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിസൂക്ഷ്മമായി വർഗീയവൽക്കരിച്ച സംഘപരിവാർ കൈക്കൊണ്ട അതിജീവന തന്ത്രം പ്രവാസി റിസാല മാർച്ചിലക്കം തുറന്നു കാട്ടി. പ്രകോപനം തീർത്ത് അധികാരത്തിലെത്താൻ സാധ്യമാവില്ല എന്നു കണ്ട RSS പ്രലോഭനത്തിന്റെയും പരസ്നേഹ വായ്പിന്റെയും മുഖംമൂടി തേടുകയായിരുന്നു. ഭരണാധികാരികൾക്ക് മുന്നിൽ വെള്ളപൂശി കർമ്മമണ്ഡലം സ്വായത്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഭരണാധികാരികളാവട്ടെ കബളിപ്പിക്കപ്പെടുകയും RSSനെ ശുദ്ധാത്മാക്കളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ കാണാം: മതേതര രാഷ്ട്രം എന്ന ആശയത്തോട് RSS പൂർണ്ണമായും യോജിക്കുന്നതായും ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടും നിരോധനം പിൻവലിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും ഗോൾവാൾക്കർ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എഴുതുകയുണ്ടായി. പക്ഷേ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി വിധ്വംസക പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന RSSന്റെ നിരോധനം പിൻവലിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് യാതൊരു കാരണവും കണ്ടില്ല. ഭരണകൂടത്തിന്റെയും സംഘപരിവാരത്തിന്റെയും പരസ്പര ധാരണയെയാണ് റിസാല ചോദ്യം ചെയ്തത്. വിമാനനിരക്ക് പേടിച്ച് നാട്ടിലേക്കുള്ള യാത്ര പോലും നീട്ടിവെക്കാറുള്ള പ്രവാസി തൊഴിലാളികളെ ചൂഷണം ചെയ്തു പോന്നിരുന്ന എയർ ഇന്ത്യക്കെതിരെ കാലങ്ങളായി ഒറ്റപ്പെട്ട ശബ്ദം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അസംഘടിതമായ ഈ രോദനങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമായിരുന്നു പ്രവാസി റിസാലയുടെ ഏപ്രിൽ ലക്കം പുറത്തിറങ്ങിയത്. വ്യോമയാന മേഖലയിലെ അഴിമതികളും ആവാസങ്ങളും തുറന്നുകാട്ടിയ പ്രസ്തുത ലക്കം ചൂഷണത്തിന്റെ കണക്കുകളും ആധികാരികമായി തന്നെ അവതരിപ്പിച്ചു. ബജറ്റ് എയർലൈനുകൾ എന്ന ഓമനപ്പേരിൽ ആവിർഭവിച്ച ചൂതാട്ടത്തിന് പിന്നിലെ യഥാർത്ഥ സാമ്പത്തിക ശാസ്ത്രം റിസാല പൊളിച്ചെഴുതി. മാധ്യമ പ്രവർത്തനത്തിന് ബലിയാടുകളുണ്ടാവുക സ്വാഭാവികമാണെന്ന് MP വീരേന്ദ്രകുമാറിനെ കൊണ്ട് പറയിപ്പിച്ച റിസാല മാതൃഭൂമി പോലുള്ള കുത്തക മാധ്യമങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഈ ബലിയാടുകൾ മുസ്ലിങ്ങൾ തന്നെയാണെന്ന് പരോക്ഷമായിട്ടാണെങ്കിലും സമ്മതിപ്പിച്ചു എന്നതും ഏപ്രിൽ ലക്കത്തിന്റെ പ്രത്യേകതയാണ്. റിസാലയുടെ ഓരോ രംഗങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് വിലമതിക്കാനാവാത്ത വിഭവങ്ങൾ തന്നെയാണെന്നത് എതിരാളികൾ പോലും സമ്മതിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി റിസാല പ്രചാരണ കാമ്പയിൻ വൻ വിജയമായി മുന്നേറുകയാണ്. വായന പ്രതിരോധത്തിന്റെ സാംസ്കാരിക മുഖം എന്ന പ്രമേയത്തിലൂന്നിയുള്ള ക്യാമ്പയിന്റെ വിജയം ഓരോ പ്രവർത്തകനും ധാർമ്മിക വിപ്ലവ രീതിയിൽ പുതിയ ചരിത്രങ്ങൾ രചിക്കാൻ നിമിത്തമാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.